ഞാൻ ഇന്ന് എയർ ഫ്രയറിലാണ് കപ്പലണ്ടി വറുക്കുന്നത്. അത് ഇന്ന് നമുക്ക് വറുക്കാൻ തുടങ്ങും. ഇതിലാണ് ഞാൻ ഇന്ന് കപ്പലണ്ടി വറുക്കുന്നത്. കണ്ടോ, തുറന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കപ്പലണ്ടി. 1 കിലോ കപ്പലണ്ടിയാണ് ഞാൻ വറുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം, ജോലിപ്പാടില്ല ഇത് വറുക്കുകയാണെങ്കിൽ. അപ്പൊ കപ്പലണ്ടി എല്ലാം നമ്മൾ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിന് നമുക്ക് ഞാനങ്ങ് അടയ്ക്കാം. കണ്ടോ, ഇത് അടച്ചിട്ടുണ്ട്. ഇതിന് പോകത്തൊന്നുമില്ല. കണ്ടോ, ഇത് നമുക്കിനി എയർ ഫ്രയറിലോട്ട് വെച്ചു കൊടുക്കാം. നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി അപ്പം നമുക്കിത് ഓണാക്കാം. ഈ ബട്ടണാണ് ഓണാക്കുന്നത്. കണ്ടോ, ഇപ്പം ഇനി നമുക്കിതിൽ കപ്പലണ്ടി വറുക്കാനായിട്ട് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ കപ്പലണ്ടി വറുക്കാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസിലാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൽ വെക്കാം. അപ്പം 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വെക്കുന്നത്. ഇതിന്റെ ലൈറ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വരിയിൽ ഈ റൊട്ടേഷൻ കണ്ടോ, ഇതിൽ ഞെക്കിയാൽ മതി. അപ്പൊ റൊട്ടേറ്റ് ആകും. നമ്മൾ കപ്പലണ്ടി വറുക്കുമ്പോൾ റൊട്ടേഷന് വെക്കണം. എന്താന്ന് വെച്ചാൽ എന്നാലല്ലേ എല്ലാ സൈഡും നന്നായിട്ട് മൂത്ത് വരും. എന്നാലല്ലേ നല്ലവണ്ണം അത് ശരിയായി വരത്തുള്ളൂ. അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട്. നമുക്കിത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്താന്ന് അറിയാനായിട്ട്, ഇതിന്റെ അകത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ലൈറ്റിൽ വെക്കാം. അപ്പൊ നമുക്ക് ലൈറ്റ് തെളിവ് വരും. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് നോക്കാം. 15 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകത്തില്ലേ? ഓഫാകും. ഇനി 1 മിനിറ്റേ ഉള്ളൂ. 15 മിനിറ്റ് ആകുമ്പോൾ തനിയെ ഇത് ഓഫ് ആയിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഒരു 5 മിനിറ്റ് ഇത് തണുക്കാൻ വെക്കും. അതിന് ശേഷമാണ് ഞാനിത് തുറന്നെടുക്കുന്നത്. ഇനി 1 മിനിറ്റ് ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് തനിയെ ഓഫ് ആയിക്കോളൂ. ഓഫായി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വെറുതെ വെക്കണം അല്ലേ, തണുക്കാനായിട്ട്? 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ ഞാൻ. അപ്പൊ കറക്റ്റ് വറപ്പാവും കപ്പലണ്ടി. അല്ലെന്നൊരു 18 മിനിറ്റ് വെച്ചിട്ട് അപ്പൊ തന്നെ എടുക്കാനാണെന്നൊരു 18 മിനിറ്റ് വെച്ചിട്ട് അപ്പൊ തന്നെ തുറന്നിട്ട് നമുക്ക് എടുക്കാം. ഓഫായി. കണ്ടോ, തനിയെ ഓഫായിക്കുള്ളൂ. അത് പിടിച്ചില്ലേ? അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. മീൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ, കറികള് എല്ലാം ശരിയാക്കാം. ഞാൻ ഇനി ഓരോരോ വീഡിയോസ് ഇടുന്നതായിരിക്കും ഇതിന്റെ. ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇത് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. വേണ്ട, കണ്ടോ, നമുക്കിത് തുറക്കാം. ഇത് നമുക്കിനി തുറക്കാം. കണ്ടോ, നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കപ്പലണ്ടി. കണ്ടോ, ഇതുപോലെ ഞാൻ ഇനി വേറെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. നമുക്ക് കറക്റ്റ് മൂപ്പിന് കിട്ടിയിട്ടുണ്ട് കപ്പലിന്റെ. കണ്ട, കരിഞ്ഞൊന്നും പോകത്തില്ലത്. എന്റെ മൂപ്പ് കണ്ട.
കണ്ട ഒട്ടും കളറൊന്നും പോകാതെ കറക്റ്റായിട്ട് വറുത്ത് കിട്ടും ഇത്. നല്ല ടേസ്റ്റുമാണ് ഇതില്. ഇനി ഇതിൽ ഓരോരോ കാര്യങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ വീഡിയോയും ഇടുന്നുണ്ട്. എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കരുത്. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും ബൈ.